നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തുകൾ എന്നേക്കുമായി ക്രൂശിൽ മാറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തും കാണിക്കാവുന്നല്ല. പക്ഷെ കയ്യബദ്ധം പറ്റിപ്പോയി, തെറ്റാണെന്ന് ബോധ്യമായി, അത് മാറ്റുവാൻ കഴിവ് പരിശുദ്ധാത്മ. മാനസാന്തരത്തിന്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. മാനസാന്തരത്തിന്റെ ദ പവർ ഓഫ് റിപ്പന്റൻസ്. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ അത് കരച്ചിലല്ല, അത് അനുതാപം. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പുറോട്ട് ഒരു ചുവട് വെക്കാതെ മുന്നോട്ട് തന്നെ യാത്ര, പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ട് ആയുവാൻ പോവുക. ഞാൻ പഴയതുപോലെ ചിന്തിക്കത്തില്ല. എന്റെ ജീവിതം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കും. എനിക്ക് എന്റെ കാലഘട്ടത്തിൽ ഒരു ഒരു ഇംപ്രിന്റ് ഇട്ടേച്ച് വേണം പോകാൻ. അതിനെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മള് തിരക്ക് കൂട്ടിയാലോ, അത് നമ്മളെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കാതിരുന്നാലോ, വി ആർ അപ്രോച്ചബിൾ എവറിബഡി. അൺഅപ്രോച്ചബിൾ ആകരുത്. ശുശ്രൂഷകരോടെ ഞാൻ പറഞ്ഞു, ദൈവദാസന്മാരോടെ പറഞ്ഞു. നമ്മൾ VIP-കളല്ല. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ വലിയ കൃപയാ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരനായി വന്നത്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരൻ എന്ന് പറയുമ്പം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നടക്കുന്നവൻ എന്ന് പറയുമ്പം യേശുവാണ് നമ്മുടെ മാതൃക. അപ്പം എന്റെ മനസ്സ് പുതുക്കി സ്വർഗീയ സ്റ്റാൻഡേർഡിലേക്ക്, ആ ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡിലേക്ക് ഉയരുമ്പോൾ അതിനെ ഉയർത്താൻ പറ്റുന്നതാണ് ദൈവവചനം.